പോരാളി ഷാജി പേജുമായി ബന്ധപ്പെട്ട CPM-ലെ സംഗതികൾ അവസാനിച്ചിട്ടില്ല. ഇന്നിപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹം കുറേ സ്ക്രീൻഷോട്ടുകളൊക്കെ പ്രദർശിപ്പിച്ചു. ഈ ഇടതുപക്ഷമെന്ന് പൊതുവെ തോന്നിപ്പിക്കുന്ന പേജുകൾക്കകത്ത് ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ പറ്റുന്ന തന്ത്രപരമായ പോസ്റ്റുകൾ നിരന്തരമായി പ്രത്യക്ഷപ്പെടുന്നു, തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള. അതിനെക്കുറിച്ചാണ് താൻ സംസാരിച്ചത്. അതിനെക്കുറിച്ച് ജാഗ്രത വേണമെന്നാണ് താൻ ആവശ്യപ്പെട്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് മാത്രമല്ല, ഈ പോരാളി ഷാജി നമ്മൾ ഇന്നലെ സംസാരിച്ചാണല്ലോ, ഏതാണ്ട് 7 ലക്ഷം ആളുകൾ ഫോളോ ചെയ്യുന്ന പേജാണ്. അതിന് പിന്നിലുള്ള അഡ്മിന്മാരാരാണ് ഇപ്പോഴും ആർക്കും അറിയില്ല. അപ്പോൾ അതാരാണെന്ന് അവർ വെളിപ്പെടുത്തണം എന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു. കാരണം ഇത് കോൺഗ്രസ്സുകാർ പർച്ചേസ് ചെയ്ത ഗ്രൂപ്പാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആരോപണം. ഇത് ഒരു കുഴപ്പമായിട്ട് ഇപ്പോഴും അവസാനിക്കാതെ CPM-നകത്ത് നിൽക്കുകയാണ്. ദിവസം എന്താണ് തോന്നുന്നത്? ഇന്നിപ്പോൾ വീണ്ടും MV ജയരാജൻ വാർത്താ സമ്മേളനം നടത്തുകയും താൻ എന്താണ് ഉദ്ദേശം അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. നിഷാദ്, ഇന്നിപ്പോൾ MV ജയരാജൻ ഒരുപാട് സ്ക്രീൻഷോട്ടൊക്കെ ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. സ്ക്രീൻഷോട്ട് പ്രിൻ്റ് എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു കാര്യം, ഈ അദ്ദേഹം ഇന്ന് സംസാരിച്ചത് പ്രധാനമായും പോരാളി ഷാജി എന്ന് പറയുന്ന പേജിനെതിരെയാണ്. ഈ പോരാളി ഷാജിയുടെ ഫോളോവേഴ്സ് എത്രയാണെന്നറിയോ? 827K ആണ്. 8.5 ലക്ഷം. അതിനെതിരെ സംസാരിച്ച MV ജയരാജൻ്റെ ഫോളോവേഴ്സ് എത്രയാണെന്നറിയോ? 66K ആണ്. 66,000. ഇനി അദ്ദേഹത്തിൻ്റെ പാർട്ടി ഉണ്ടല്ലോ, CPM കേരള സ്റ്റേറ്റ് കമ്മിറ്റി, അവരുടെ ഫോളോവേഴ്സ് എത്രയാണെന്നറിയോ? 769K ആണ്. ഷാജിയൊക്കെ താഴെയാണ്. അപ്പോൾ CPM സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഉള്ളതിനേക്കാൾ ഫോളോവേഴ്സുള്ള പേജാണ് പോരാളി ഷാജി. അപ്പോൾ ഇതിലെ അഡ്മിന്മാർ രംഗത്ത് വരണം, വെളിപ്പെടുത്തണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനതിൻ്റെ പേജ് ഡീറ്റെയിൽസിലേക്ക് പോയപ്പോൾ അതിൻ്റെ 3 അഡ്മിന്മാരാണ് ഉള്ളത്. 2 അഡ്മിന്മാർ ഇന്ത്യയിലും ഒരാൾ സൗദിയിലുമാണെന്നാണ് ഫേസ്ബുക്ക് പറയുന്നത്. ഇത് അഡ്മിന്മാർ വെളിപ്പെടുത്തിയിട്ട് എന്താണ് കാര്യം, എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ CPM-ൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാപ്സ്യൂൾ മാനുഫാക്ചർ അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ എന്ന പ്രയോഗത്തിൻ്റെ തന്നെ ഉടമയായിട്ടുള്ള ആളാണ് MV ജയരാജൻ. ഈ സാമൂഹ്യ മാധ്യമങ്ങളെ ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ള ആളുമാണ് അദ്ദേഹം എന്തിനാണ് ഇപ്പോൾ ഇതിനെതിരെ ഇറങ്ങുന്നത് കൗതുകരമായുള്ള കാര്യമാണ്. അപ്പോൾ പോരാളി ഷാജിയുടെ പേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇദ്ദേഹം പറയുന്ന പോലെ പാർട്ടിക്കെതിരെ അവരെന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ അതേസമയം നേരത്തെ PJ ആർമി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, പാർട്ടി ഇടപെട്ട് നിർത്തലാക്കി. ആ പേജിലൂടെ പുറത്തേക്ക് വന്നിരുന്ന ആ സ്വഭാവത്തിലുള്ള കണ്ടൻറ്റുകൾ ഇഷ്ടം പോലെ അതിലുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ ദിവസം ഈ LDF കൺവീനറായിട്ടുള്ള EP ജയരാജൻ, അദ്ദേഹം പാർട്ടിക്ക് ഉണ്ടാക്കിയ ഡാമേജ് ഒന്ന് ആലോചിച്ച് നോക്കും. മറ്റേ ഈ പ്രഭാരി ഉണ്ടല്ലോ, ജാവ്ഡേക്കറെ കണ്ടതും അത് മറ്റേയാളുടെ സാന്നിധ്യത്തിലാണ്, ദല്ലാളിൻ്റെ നന്ദകുമാറിൻ്റെ സാന്നിധ്യത്തിലാണ്, അയാൾ കൺഫസ് ചെയ്യുന്നു. അതുണ്ടാക്കിയ ആഘാതം നോക്കും. അപ്പം ജയരാജൻ, EP ജയരാജൻ ഒരു വർഷം, മറുവശത്ത് P ജയരാജൻ എന്താ ചെയ്യുന്നത്? അദ്ദേഹം മണ്ണിൽ പണിയെടുക്കുകയാണ് പാർട്ടിക്ക് വേണ്ടി, പാർട്ടി സഖാക്കൾക്കിടയിൽ. ഇപ്പുറത്ത് ഇയാൾ എന്താ ചെയ്യുന്നത്? ഈ പറയുന്ന ദല്ലാൾമാരുടെ പുറകെ പോകുന്നു, ഈ പ്രഭാരിമാരെ വീട്ടിൽ വിളിച്ചു വരുത്തി ചായ കൊടുക്കുന്നു. ഈ സ്വഭാവത്തിലുള്ള പാർട്ടി വിമർശനം, ഉൾപാർട്ടി വിമർശനം എന്ന് പറയാവുന്ന ഉൾപാർട്ടി വിമർശനം സാമൂഹ്യ മാധ്യമം നടത്താവോ എന്നൊരു ലെനിനിസ്റ്റ് ആശങ്കയായിരിക്കും ഒരുപക്ഷെ MV ജയരാജൻ ഉണ്ടാവുക. പിന്നെ P ജയരാജൻ്റെ പിന്തുണക്കാരാണ് ഇതിൻ്റെ ആളുകൾ എന്നതാകാം ഒരു പക്ഷേ MV ജയരാജനെ ചൊടിപ്പിക്കുന്ന ഒരു ഘടകം. അദ്ദേഹം ഇന്നലെ പ്രസംഗിച്ചത് എവിടെയാണെന്ന് അറിയാം? പാനൂരിൽ കുഞ്ഞനന്ദൻ അനുസ്മരണത്തിലാണ്. അവിടെ വേദിയിൽ ഈ P ജയരാജനുണ്ട്. P ജയരാജൻ അവിടെ എന്താ പ്രസംഗിച്ചത് അറിയോ? തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് പാർട്ടി ഗൗരവത്തിൽ പഠിക്കണം എന്നാണ് പറഞ്ഞത്. MV ജയരാജൻ എന്താ പറയുന്നത്? ഇവന്മാരാണ് പാർട്ടിയെ തോൽപ്പിച്ചതിൽ ഒരു ഘടകം. അപ്പോൾ ഇത് CPM-ലെ ഒരു ഉൾപാർട്ടി പ്രശ്നത്തിൻ്റെ കൂടെ ഭാഗമാണ് ഈ പറയുന്ന ഇദ്ദേഹം ഈ പ്രസംഗവും തുടർന്ന് ഈ വിശദീകരിച്ചിട്ടുള്ള പത്രസമ്മേളനം നമ്മൾ കാണാം. അപ്പോൾ പോരാളി ഷാജി മാത്രം ഈ നിലക്കുള്ള ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. കുറേ ഗ്രൂപ്പുകളുടെ പേര് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അവർ വെളിച്ചത്ത് വരുമോ എന്ന് ചോദിച്ചാൽ അവരെന്താണ് ചെയ്യുന്നത്? പാർട്ടിക്ക് അവർ തന്നെ പറയുന്ന കാര്യമുണ്ട്. പാർട്ടി പ്രതിസന്ധിയിൽ പെടുമ്പോൾ ഞങ്ങളാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ശമ്പളം തരുന്നില്ല, അങ്ങാടിയിൽ തോറ്റതിന് വീട്ടുകാരെ തല്ലരുതെന്നാണ് ഇന്നലെ ഷാജി പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ശമ്പളം മേടിക്കാതെ പാർട്ടിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന പോരാളികളാണ് നിങ്ങൾ. ഇന്നലെ പോരാളി ഷാജി വളരെ ദീർഘമായ കുറിപ്പിട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നതിനെക്കുറിച്ച് ദീർഘമായ കുറിപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും പാർട്ടി ചർച്ച ചെയ്യുന്നില്ല, ശരിയായ വിധം ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ പാർട്ടിയെ ശരിയാക്കാനും പാർട്ടിയെ നവീകരിക്കാനും പാർട്ടിയെ ജനമധ്യത്തിൽ പ്രതിനിധീകരിക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘം എന്നുള്ളതാണ് അവർ സ്വയം വിശേഷിപ്പിക്കുന്നത്.
അതിന് അണികൾക്കിടയിൽ സ്വീകാര്യത ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ 867K ഫോളോവേഴ്സ് CPM സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് അതിനുണ്ടാകുന്നത്. CPM പോലത്തുള്ള ഒരു കേഡർ പാർട്ടിക്ക് ഒരു നിർദ്ദേശം കൊടുക്കാം, ഇത് സഖാക്കൾ ഇതിനെ ഫോളോ ചെയ്യുന്ന സഖാക്കൾ അൺഫോളോ ചെയ്യണം എന്ന് നിർദ്ദേശം കൊടുക്കാമല്ലോ. അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചിട്ട് പരാതി പറയേണ്ട കാര്യമില്ലല്ലോ. എന്തുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യാത്തത്? അത് ചെയ്താൽ നടക്കില്ല. നേരത്തെ അർജുൻ ആയങ്കിയുടെ കാര്യത്തിൽ, പിന്നെ ആകാശ് തില്ലങ്കേരിയുടെ കാര്യത്തിലൊക്കെ കണ്ടില്ല. ആകാശ് തില്ലങ്കേരിക്ക് ഈ പറയുന്ന കണ്ണൂരിലെ പാർട്ടി ജില്ലാ നേതാക്കന്മാരെക്കാൾ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു, അർജുൻ ആയങ്കിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പാർട്ടി അണികൾ അവരുടെ പുറകെ പോകുന്നുണ്ട്. അപ്പോൾ പാർട്ടി ആവശ്യമുള്ളപ്പോൾ ഇവർ ഉപയോഗിക്കുന്നുണ്ട്, അതുകൂടെ മനസ്സിലാക്കണം. ഇപ്പം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ MV ജയരാജന് ഇഷ്ടമില്ലാത്ത നേതാക്കൾ അവർ പ്രൊമോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല, നേതൃത്വത്തിന് വിമർശനം ഉന്നയിക്കുന്നു എന്നൊക്കെയുള്ളതാണ്. ഇവർ വെളിപ്പെടുത്തണമെന്ന് പറയുന്നത് അത് വിചിത്രമായ ഒരു ആവശ്യമാണ്. പാർട്ടിക്കെതിരെയാണ് ഈ പേജെങ്കിൽ ഉത്തരവാദപ്പെട്ട പാർട്ടി സഖാക്കൾ അതിനോ കൂടെ നിൽക്കില്ലല്ലോ. അപ്പോൾ ഇത് പാർട്ടിക്കെതിരെ അല്ല, പാർട്ടിയുടെ ദൗത്യത്തെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന സംവിധാനമാണെന്ന് അവർ വിചാരിക്കുന്നത്. പിന്നെ വെളിപ്പെടുത്തുക എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു പേജ്, ഒരു അനോണിമസ് പേജിനെ വെളിപ്പെടുത്തുക? അപ്പോൾ ലോകത്ത് പല രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് ഈ പടിഞ്ഞാറൻ നാടുകളിൽ അനോണിമിറ്റി ലോസ് ഉണ്ട്. ഒരാൾക്ക് റൈറ്റ് ടു ബി അനോണിമസ്, റൈറ്റ് ടു ബി സ്യൂഡോണിമിറ്റി പ്രൊട്ടക്ഷൻ ഉണ്ട്, അനോണിമിറ്റി പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ ഒരാൾക്ക് സമൂഹത്തിലൊരാശയം പറയണം, അത് പറയാൻ ഞാൻ അനോണിമസായി നിൽക്കുന്നതാണ് എൻ്റെ സംരക്ഷണത്തിന് ഏറ്റവും ഫലപ്രദം എന്നൊരാൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് അനോണിമസായി നിൽക്കുവാനുള്ള അവകാശമുണ്ട്. നിയമപ്രകാരം അയാളുടെ അനോണിമിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫേസ്ബുക്കിനോട് ചോദിക്കാം, ഇത് ആരാണിത് എന്ന് ഫേസ്ബുക്കിൻ്റെ കയ്യിലാണല്ലോ അതുണ്ടാകുക. പക്ഷേ ഫേസ്ബുക്കിനെ സംബന്ധിച്ചിടത്തോളം അവരത് പറയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെന്തെങ്കിലും ലോ വയലേറ്റ് ചെയ്യണം, എന്തെങ്കിലും ഒരു ഒഫൻസ് അവരുടെ ആ പേജിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ഒഫൻസ് ഉണ്ടെങ്കിൽ പോലീസിന് ആ ഒഫൻസ് സൈറ്റ് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിനോട് ആവശ്യപ്പെടാം, ഇതാരാണ്, ഇവരൊന്ന് ലൊക്കേറ്റ് ചെയ്ത് തരണം, ഇവരുടെ KYC വേണം എന്ന് വേണമെങ്കിൽ ആവശ്യം. അല്ലാതെ പാർട്ടി സഖാവ് ഇങ്ങനെ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞുകൊണ്ട് ഇവരുടെ അനോണിമിറ്റി ഇല്ലാതാകുന്നില്ല. പക്ഷേ ഞാൻ കാണുന്നത് പിന്നെ CPM വളർത്തിയ ഒരു സംഘം, അല്ലെങ്കിൽ MV ജയരാജൻ തന്നെ വളർത്തിയ ഒരു സംഘം, ക്യാപ്സ്യൂൾ സംഘം MV ജയരാജനെ തിരിഞ്ഞു കുത്തുന്ന ഇതായിട്ടാണ് ഞാൻ കാണുന്നത്. രാജംസ് എന്താ തോന്നുന്നത്? ഇതൊക്കെ ട്രോജൻസ് ആണെന്നാണ് CPM വിചാരിക്കുന്നത് തോന്നുന്നു. ഇപ്പം ഔദ്യോഗികമായിട്ട് ഈ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി പ്രത്യേകമായി ഘടകം ഉണ്ടാക്കുകയും അത് തുടങ്ങുകയും ചെയ്തൊരു പാർട്ടിയാണ് CPM. പക്ഷേ CPM ആണ് അത് ആദ്യം തുടങ്ങുന്നത്. സോഷ്യൽ മീഡിയ പ്രവർത്തനം വേണം എന്ന രീതിയിൽ പാർട്ടി തീരുമാനിച്ച് നടപ്പാക്കിയതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കരുത്, അവരല്ല തുടങ്ങിയത്. ആദ്യം RSS ആണ് തുടങ്ങുന്നത്. സോഷ്യൽ മീഡിയ തുടങ്ങിയ സമയത്ത് തന്നെ RSS ആണ് പല പേരുകളിൽ, പല ഗ്രൂപ്പുകളിൽ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അവരാണ് പ്രധാനമായി അതിൻ്റെ ഒരു മേൽക്കൈ ഉണ്ടായിരുന്നത്. പക്ഷെ അത് തിരിച്ചറിയപ്പെടില്ല. അവർ കാവി പതാക ചുറ്റിയൊന്നും അല്ല അവർ വരിക, അവർ പല പേരുകളിലാണ് വരിക. CPM സംബന്ധിച്ച് CPM ഔദ്യോഗികമായിട്ട് ഇതിൽ ഇറങ്ങി പുറപ്പെട്ടെങ്കിലും അവരുടെ പ്രവർത്തകർ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിച്ചുവെങ്കിലും ഇതിനെ ഏകീകരിച്ചുകൊണ്ട് ഒരു പേജിലേക്ക് പ്രവർത്തകരെ കൊണ്ടുവരാനൊന്നുമല്ല ശ്രമിച്ചത്. അവർ പല പേരുകളിൽ പലരും പലതൊക്കെ തുടങ്ങി. അപ്പോൾ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആർക്കും സഖാവാം സോഷ്യൽ മീഡിയയിൽ. 2 ഇൻകുലാബ് സിന്ദാബാദ്, പിണറായി വിജയൻ സിന്ദാബാദ് എന്ന് വിളിച്ചാൽ അതിൻ്റെ അടിയിൽ പോയിട്ട് ലാൽ സലാം സഖാവി പടം ഇട്ടാൽ മതി. താഴെ പോയിട്ട് ലാൽ സലാം സഖാവി എന്ന് പറഞ്ഞ കമൻറ്റ് ചെയ്യുന്ന CPM അനുഭാവികൾ നമുക്ക് ധാരാളമായി സോഷ്യൽ മീഡിയ കാണാൻ കഴിയും. അത് ആർക്കും എന്തും ചെയ്യാം. അതിപ്പോൾ പോക്സോ കേസ് പ്രതിയാണെങ്കിലും ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചാൽ അതിൻ്റെ അടിയിൽ പോയി ലവ് ചിഹ്നം ഇടുന്ന ആളുകളുണ്ട്, ധാരാളമുണ്ട്. അപ്പം അതാണ് നിലവിലെ സോഷ്യൽ മീഡിയയുടെ അവസ്ഥ. ഇവിടെയാണ് ഈ പോരാളി ഷാജി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഫേസ്ബുക്ക് പ്രശസ്തമാവുന്ന തുടക്കം മുതലുള്ളതാണ്. അതായത് ഞാൻ ഒരു 2009 മുതൽ അത് കാണുന്നുണ്ടോ, 2005 ക്രിയേറ്റഡ് ആയത്. അപ്പോൾ അത്രയും പഴക്കമുള്ളൊരു പേജാണ്. അതുകൊണ്ടാണ് അവർക്ക് അത്രയും ഫോളോവേഴ്സ് ഉള്ളത്. ഇവിടെ MV ജയരാജ് ഉന്നയിക്കുന്നൊരു പ്രശ്നം വാലിഡ് ആണെന്ന് എനിക്ക് തോന്നാനുള്ളൊരു കാരണം, ഇപ്പോൾ പോരാളി ഷാജിയിൽ വരുന്ന കണ്ടന്റ് നമുക്കറിയാം, ഒട്ടും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കണ്ടന്റ് അതിൽ വരാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തനം പച്ചത്തെറി വിളിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് അധിക്ഷേപ സ്വഭാവമുള്ള സാധനമാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന ഇത് MV ജയരാജൻ്റെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാർ ഈ പേജ് വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ആ സംശയത്തെ സാധൂകരിക്കുന്ന ഒരു പോസ്റ്റാണ് തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്തുകൊണ്ട് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് അവർ പുറത്തിറക്കിയിട്ടുള്ള. അത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് അച്ചട്ടാണ്, പറഞ്ഞ കാര്യം തന്നെയാണ് അതിൽ അടിച്ചു വെച്ചിട്ടുള്ളത്. അതായത് എന്തുകൊണ്ട് CPM തോറ്റു എന്നതിനെക്കുറിച്ച് പ്രതിപക്ഷം പറയുന്ന കാര്യമാണ് അതിൽ പറയുന്നത്. എന്താ കാര്യം പറയുന്നത്? ഒന്ന്, നവകേരള സദസ്സിന് വേണ്ടി ആഡംബര ബസ്സിൽ നടന്നു. PSC ആസ്പിരൻസ് സമരം ചെയ്തപ്പോൾ അവരെ പരിഹസിച്ചു. മൂന്നാമത്തെ കാര്യം, മന്ത്രിമാരുടെയും നേതാക്കളുടെയും ധാർഷ്ട്യം, ധൂർത്ത്. ഇത് പ്രതിപക്ഷം പറയുന്ന കാര്യമല്ലേ? അപ്പോൾ പ്രതിപക്ഷം പറയുന്ന ഒരു കാര്യം ഈ പറയുന്ന ജയരാജൻ്റെ വിമർശനത്തിന് മറുപടി അവർ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ
അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സുകാരുടെ ബുദ്ധിയാഭാരമാണ്. അതായത് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു CPM അനുകൂല പേജ് അവർ കാശ് കൊടുത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, കാരണം അങ്ങനെ വാങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയില്ല. കോൺഗ്രസ് തന്നെയാവണമെന്നില്ല കേട്ടോ. ഡോക്ടർ സാറിന് അത്രയും ബുദ്ധിയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു തന്ത്രമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പോരാളി ഷാജി എന്ന ടാഗോടുകൂടി വരുന്ന ഏത് പോസ്റ്റും സഖാക്കൾ തുറന്ന് വായിക്കും. അത് പോരാളി ഷാജിനാണല്ലോ. അപ്പോൾ ജയരാജൻ ഉന്നയിക്കുന്ന രണ്ട് സംശയമാണ്. ഒന്ന്, ഒറിജിനൽ പോരാളി ഷാജി അല്ലാതെ അതേ പേരിൽ മറ്റ് പേജുകളുണ്ടോ എന്നവർക്ക് സംശയമുണ്ട്. അങ്ങനെയെങ്കിൽ പോരാളി ഷാജിയുടെ ടാഗോടുകൂടി ധാരാളം കണ്ടന്റുകൾ വാട്സപ്പിൽ കറങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഒന്നുകിൽ പോരാളി ഷാജിയെ കോൺഗ്രസ്സുകാർ വിലക്കെടുത്തിട്ടുണ്ട്, അത് കോൺഗ്രസ് ആണോ BJP ആണെന്ന് പിന്നെ നമുക്ക് മനസ്സിലാവും. രണ്ട്, ഈ പേരിൽ ധാരാളം ഫേക്ക് പേജുകൾ ഉണ്ടാവും. എന്തായാലും ഈ ടാഗോടുകൂടി വാട്സപ്പിൽ CPM-നെതിരായ ധാരാളം പണികൾ നടക്കുന്നുണ്ട് എന്ന് ജയരാജന് മനസ്സിലായെന്നാണ് എനിക്ക് മനസ്സിലായത്. യെസ്, അതൊക്കെയാണ്.